യുവതികളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ MLA ആയി തുടരും. അക്കാര്യത്തിൽ തൽക്കാലം നടപടി വേണ്ട എന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കുന്ന മുറയ്ക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നും അതൊരു പക്ഷേ പാർട്ടിക്ക് ക്ഷീണമാകുമെന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടിയിൽ ഒതുക്കിയത്. എന്നാൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇനി നിയമസഭയിൽ കോൺഗ്രസ് നിരക്കൊപ്പം ഇരിപ്പിടമുണ്ടാകില്ല. പ്രത്യേക ബ്ലോക്കായി സഭയിൽ ഇരിക്കേണ്ടി വരും. അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ രാഹുൽ അവധിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് എന്നാണ് സൂചന. സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണങ്ങളെ തുടർന്ന് 6 മാസത്തേക്കാണ് പാർട്ടിയിൽ നിന്നും രാഹുലിനെ പുറത്താക്കിയത്. സ്വന്തം പാർട്ടിയോട് കലഹിച്ചും വിട്ടിറങ്ങിയും നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരുന്ന MLA മാർ വേറെയുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോരടിച്ചുകൊണ്ട് LDF-ൽ നിന്ന് പുറത്താക്കപ്പെട്ട നിലമ്പൂർ MLA ആയിരുന്ന PV അൻവറിന് സഭയിൽ സ്പീക്കർ പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചിരുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ 4ാം നിരയിലായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേക സീറ്റ് അനുവദിച്ചത്. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കേവലം ഒരു സസ്പെൻഷൻ കൊണ്ട് വന്നുപെട്ട നാണക്കേട് മറികടക്കാനാകുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. സസ്പെൻഷൻ എന്നത് സാധാരണ ഒരു നടപടി മാത്രമാണ്. അതുകൊണ്ട് കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ല. ഗുരുതര സ്വഭാവമുള്ള മുൻ അനുഭവങ്ങളില്ലാത്ത ആരോപണങ്ങളാണ് രാഹുലിനെതിരെയുള്ളത്. അതിനാൽ തന്നെ MLA സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങണമെന്നാണ് സംസ്ഥാനത്തിന്റെ പൊതുവായ താല്പര്യം. പാർട്ടിക്കകത്തു നിന്ന് പോലും രാഹുലിനെ സംരക്ഷിക്കാൻ അധികം ആളുകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊരവസ്ഥയിൽ സസ്പെൻഷൻ നിലവിലുള്ള പ്രതിഷേധങ്ങളെയും അമർഷങ്ങളെയും തണുപ്പിക്കില്ലെന്നാണ് സൂചന. പാർട്ടിയിലെ സ്ത്രീ നേതൃനിരയടക്കം രാഹുൽ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടും സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയത് കോൺഗ്രസിനകത്ത് വീണ്ടും ഒരു ഉൾപോരിനുള്ള സാധ്യത തുറക്കുന്നുണ്ട്. അതേസമയം തദ്ദേശ സ്വയംഭരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ രാജിവെപ്പിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിനൊരുങ്ങുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ് താനും. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട സ്ത്രീ നേതൃനിര ഉൾപ്പെടെയുള്ളവർ ഈ വിശാല കാഴ്ചപ്പാടിനനുസൃതമായി പാർട്ടി തീരുമാനത്തിന് വഴങ്ങുമെന്നാണ് വിലയിരുത്തലുള്ളത്. രാഹുൽ രാജിവെച്ചു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് പാലക്കാടിനെ അവർ വലിയ ഒരു സാധ്യതയായി തന്നെ കാണും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്തരിച്ച വാഴൂർ സോമന്റെ ഒഴിവിലേക്ക് പീരുമേടും ഉപതെരഞ്ഞെടുപ്പ് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം തികച്ചില്ല എന്നിരിക്കെ ഇതുണ്ടാക്കുന്ന ചെലവുകൾ വലുതാണ്. അതിനുമപ്പുറം പാലക്കാട് BJP കച്ചകെട്ടിയിറങ്ങി ഏതു വേദനയും വിജയിക്കാനുള്ള ശ്രമവും നടത്തും. നിലവിൽ കേരളത്തിൽ UDF ഒരു തിരിച്ചുവരവിന്റെ ട്രെൻഡിലാണ്. അത് മങ്ങിപ്പോകാൻ ഇടവരുത്തുമെന്ന ഭയവും രാഹുലിനെ MLA ആയി നിലനിർത്തുന്നതിന് കാരണമായിട്ട് കോൺഗ്രസിന് മുന്നിലുണ്ട്.